നമസ്തേ. ഞാനിവിടെ പറയാൻ പോകുന്നത് ഹിന്ദു എന്ന വിഭാഗത്തെക്കുറിച്ചാണ്. ജാതീയതയല്ലാതെ ഹിന്ദുക്കളിൽ 4 വിഭാഗങ്ങളുണ്ട്. അത് ഏതെല്ലാമെന്ന് വെച്ചാൽ മതേതരവാദികൾ, മതവാദികൾ, യുക്തിവാദികളെന്നോ നിരീശ്വരവാദികളെന്നോ പറയുന്നവർ, പിന്നെ സനാതനധർമ്മത്തിൽ അടിസ്ഥാനമാക്കി ജീവിക്കുന്നവർ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഹിന്ദുമതവും ഹിന്ദു സനാതനധർമ്മവും ഒന്നല്ലേ എന്ന്. ഒന്നല്ല. കാരണം ഹിന്ദുമതം എന്നത് മറ്റു മതങ്ങളുടെ വരവോടെ സ്വയംഭൂവായ ഒരു മതമാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുവിൻ്റെ തലമുറകൾക്ക് അവരുടെ സംസ്കാരത്തെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. മറ്റു മതങ്ങളിലേക്ക് ചേക്കേറിയതും അക്കാരണം കൊണ്ട് തന്നെയാണ്. ഞാനൊരു ഹിന്ദു മതക്കാരനാണ് എന്ന് പറയുന്ന വ്യക്തിയോടൊരു ചോദ്യം, പ്രപഞ്ച സൃഷ്ടി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ എന്താണ് പറയുക? ബ്രഹ്മാവ് എന്നായിരിക്കും. എന്നാൽ ഇതേ ചോദ്യം ഒരു ഹിന്ദു സനാതന ധർമ്മ സംസ്കാരത്തിൽ ജീവിക്കുന്ന വ്യക്തിയോട് ചോദിച്ചാൽ പറയും മായയാണെന്ന്. അപ്പോൾ ഹിന്ദു മതക്കാരുടെ ഇടയിൽ നിന്നും വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ഹിന്ദു സനാതന ധർമ്മത്തിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നതിനെപ്പറ്റി പറയുന്നില്ലേ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഹിന്ദുമത വിശ്വാസികൾ ബ്രഹ്മാവ് എങ്ങനെ ഇതെല്ലാം സൃഷ്ടിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടോ? അറിവുള്ളവരോട് ചോദിച്ചാൽ പോലും എല്ലാവർക്കും അതിന് ഉത്തരം പറയാൻ സാധിച്ചു എന്ന് പറ്റില്ല. വളരെ കുറച്ച് ആൾക്കാരൊക്കെ പറയാൻ സാധിക്കുള്ളൂ. ഇനി ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. അതിനു മുമ്പ് ആമുഖമായി എന്താണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയാം. സൃഷ്ടിക്ക് കാരണമായ ബ്രഹ്മാവ് ഇരിക്കുന്നത് 3 തലയോടുകൂടി താമരയിലാണല്ലോ. യഥാർത്ഥത്തിൽ 4 തലയുണ്ടായിരുന്നു. അഹങ്കാരം ഉണ്ടായതിനെ തുടർന്ന് മഹാദേവൻ ഒരു തലയെ നുള്ളിക്കളഞ്ഞു എന്ന് പുരാണങ്ങളിൽ പറയുന്നു. പുരാണങ്ങൾ എന്ന് പറയുന്നത് ഒരു സത്യത്തെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ്. സത്യം ദൃശ്യമായ അവസ്ഥയുമല്ല. അതുപോലെ ബ്രഹ്മാവിൻ്റെ കൂടെ ഭാര്യാസങ്കല്പത്തിൽ വിദ്യയുടെ ദേവതയായി സരസ്വതി. അതുപോലെ ജീവിതം അഥവാ മഹാവിഷ്ണു സ്ഥിതി എന്ന അവസ്ഥ. മഹാവിഷ്ണു പാൽക്കടലിൽ അനന്തൻ എന്ന സർപ്പത്തിൻ്റെ മുകളിൽ കിടക്കുകയും കൂടെ ഭാര്യാസങ്കല്പത്തിൽ ശ്രീദേവി. പിന്നെ സംഹാരം, അതായത് മഹാദേവൻ. മരണത്തിന് കാരണക്കാരനായ ദേവാദിദേവനായ മഹാദേവൻ ധ്യാനാവസ്ഥയിൽ നിശ്ചലനായിരിക്കുന്നു. കൂടെ ഭാര്യാസങ്കല്പത്തിൽ ദുർഗാദേവിയും ഇരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പുരാണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സത്യങ്ങളെ കഥാരൂപത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, സൃഷ്ടിയും സ്ഥിതിയും ഞാൻ തന്നെ. അതായത് സൃഷ്ടിയും സൃഷ്ടാവും ഞാൻ തന്നെ. ഞാനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഇനി ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. അതായത് ബ്രഹ്മാവിനെ 3 തല എന്ന് സൂചിപ്പിക്കുന്നത്, ഒരു തല അമ്മ, മറ്റേ തല അച്ഛൻ, മറ്റൊന്ന് സൃഷ്ടിക്കപ്പെട്ട എന്താണോ അതും. അതായത് മനുഷ്യൻ്റെ കാര്യം എടുക്കുമ്പോൾ അവനവൻ തന്നെ. നുള്ളിക്കളഞ്ഞ തല എന്നുള്ളത് പരമമായ ബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോധം പരിമിതമാണ്. മനുഷ്യൻ്റെ സ്വഭാവത്തിൽ സർവ്വതും അറിയാനായിട്ടുള്ള ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് മഹാദേവൻ നുള്ളിക്കളഞ്ഞു എന്ന് പുരാണ കഥകൾ പറയുന്നത്. സരസ്വതി ദേവിയുടെ പ്രസക്തി ശരീരം എന്ന പിണ്ഡാവസ്ഥയിലുള്ള ദേവീ സങ്കല്പമാണ്. 12 വയസ്സുവരെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും അവരുടെ പ്രവൃത്തികളിലൂടെ കണ്ടും കേട്ടും വിദ്യ അഭ്യസിക്കുന്നു. രണ്ടാമതായി ശയിക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന പാൽക്കടൽ എന്നത്
വെളുത്ത ശുക്ലത്തെ അല്ലെങ്കിൽ ബീജത്തെ സൂചിപ്പിക്കുന്നു. ആ ശുക്ലത്തിൽ ജീവിക്കുന്ന വാൽമാക്രിയെ പോലുള്ള അണുവിനെ അല്ലെങ്കിൽ ജീവിയെയാണ് അനന്തൻ എന്ന സർപ്പമായി സൂചിപ്പിക്കുന്നത്. അതായത് അനന്തസർപ്പം എന്ന ശരീരത്തിൽ ജീവിതമായി മഹാവിഷ്ണു ജീവിക്കുന്നു. ഇനി വിഷ്ണു ശരീരമായി ജീവിക്കുമ്പോൾ ശ്രീദേവി മഹാലക്ഷ്മിയും ഒപ്പം ജീവിക്കുന്നു. മഹാലക്ഷ്മി എന്നത് സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സംഹാരം. അതിനെ മഹാദേവൻ പരമശിവനായി സൂചിപ്പിക്കുന്നു. സർവ്വതിന് മുകളിലായിരിക്കുന്നത് കൊണ്ടാണ് ദേവാദിദേവൻ മഹാദേവൻ എന്ന് സൂചിപ്പിക്കുന്നത്. മരണത്തിന് കാരണക്കാരനായതുകൊണ്ടാണ് കറുപ്പൻ എന്നും വിളിക്കുന്നത്. അതുകൊണ്ട് ചുടല ഭഗവാനായി അറിയപ്പെടുന്നു. സർവ്വ ജീവജാലങ്ങളുടെയും അവസാനം കറുപ്പാണ്. മെഡിക്കൽ കോളേജിലെ ലാബിലെ മനുഷ്യ ശരീരം പോയി നോക്കൂ, കറുത്ത കരിക്കട്ട പോലെ കിടക്കും. പ്രകൃതിയിലെ ഏത് കായ്ഫലങ്ങളും തറയിൽ വീണു കഴിഞ്ഞാൽ കറുപ്പായി മാറും. സർവ്വതും ചെന്ന് അവസാനിക്കുന്നത് കറുപ്പിലേക്കാണ്. ഭൗതികമായി ശാസ്ത്രത്തിൽ അതിനെ ബ്ലാക്ക് ഹോൾ എന്നും പറയുന്നു. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ളത് ഭൗതിക ജീവിതത്തിൻ്റെ മൂന്നവസ്ഥയാണ്. ഇനി സനാതനധർമ്മത്തിലെ പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് പറയാമല്ലോ. മായയാൽ നിർമ്മിതമായ വൈവിധ്യങ്ങളുടെ ആധ്യാത്മിക ഭൗതിക ലോകം. ഇതാണ് സനാതനധർമ്മ സംസ്കാരത്തിൽ പറയുന്ന സൃഷ്ടിയുടെ വിശദീകരണം. ഈ ഓരോന്നും, മായ എന്നാൽ എന്ത്, വൈവിധ്യങ്ങൾ എന്നാൽ എന്ത്, ആത്മീയം, ഭൗതികത, ഇതെല്ലാം തന്നെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മതം ഉപേക്ഷിച്ച് നിങ്ങൾ സനാതനധർമ്മത്തിലേക്കാണ് അടിച്ചേരേണ്ടത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സനാതനധർമ്മത്തിലെ ചാതുർവർണ്ണ്യത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളതെന്ന്. ചാതുർവർണ്ണ്യം എന്നുള്ളത് പ്രകൃതിയുടെ 4 സ്വഭാവങ്ങളാണ്. യഥാർത്ഥത്തിൽ 9 സ്വഭാവങ്ങളെ 4 സ്വഭാവങ്ങളാക്കി ചുരുക്കിയിട്ടുള്ളതാണ്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് മറ്റൊരു അവസ്ഥയിൽ പറയാം. നമസ്തേ.